ഹായ് മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൂക്കളുടെ പേരാണ് പഠിക്കുന്നത് കേട്ടോ. പൂലോം എന്ന് വെച്ചാൽ പൂക്കൾ എന്നുള്ള അർത്ഥമാണ്. വെറും പൂൽ എന്ന് പറഞ്ഞാൽ പൂവ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പൂവ് ഏതാണ്? ഗുലാബ്. ഗുലാബ്. അപ്പോൾ അക്ഷരം മനസ്സിലാവുന്നുണ്ടല്ലോ. വായിക്കുന്ന സമയത്ത് ഓരോ അക്ഷരങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഗുലാബ് അഥവാ റോസാപ്പൂവ്. ഇനി ഗേന്ദ. ഗേന്ദ എന്ന് പറഞ്ഞാൽ ചെണ്ടുമല്ലി. ഇനി കവൽ. കവൽ, ഈ നൂന് സൈലൻ്റ് ആണ്. കവൽ. കവൽ എന്ന് പറഞ്ഞാൽ താമര. ഇനി അടുത്തത് ചമീലി. ചമീലി എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവ്. ഇനി അമൽതാസ്. അമൽതാസ് എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന. സൂരജ്മുഖി. സൂരജ്മുഖി എന്താണ്? സൂര്യകാന്തിയാണ്. നമ്മൾ ഓരോന്ന് വായിക്കുമ്പോഴും അതിൻ്റെ അക്ഷരങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? നോക്കൂ, ഗുലാബ് എന്ന് പറയുമ്പോൾ ബ്, ഇത് ബായാണ് അല്ലേ. ഗുലാബ് എന്ന് പറയുമ്പോൾ ഇത് ഗായാണ്, ഇത് ലായാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം ഗേന്ദ ചെണ്ടുമല്ലി, കവൽ, ചമീലി, അമൽതാസ്, സൂരജ്മുഖി. അപ്പം ഇതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ അലിഫ് വരുന്ന സമയത്ത് ഈ ദീർഘമാണ് കേട്ടോ. ഗേന്ദ, കണ്ടോ, ദാന നീട്ടിയതാണിത്. ഇനി ഇവിടെ നോക്കൂ, യാ വരുന്ന സമയത്ത്, യാ വരുമ്പോൾ അത് ഇങ്ങനെ ചമീലി, കണ്ടോ, മായ്ക്ക് ഇങ്ങനെ കെട്ടുവള്ളി കൊടുക്കുകയാണ് ചെയ്തത്. ഇനി സൂരജ്മുഖി നോക്കൂ, ഈ സായിക്ക് ഇങ്ങനെ ഊന്നുള്ള ചിഹ്നമാണ് കൊടുത്തത്. അതും കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.